കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഹോസ്റ്റലിൽ നടന്നത് സമാനതകളില്ലാത്ത ക്രൂര കൃത്യമെന്ന് അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടി. കേസിൽ നിർണായക തെളിവായ റാഗിംഗ് വീഡിയോ ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പ്രതികൾ അറസ്റ്റിലായി 45-ാം ദിവസമാണ് പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി വായിൽ ലോഷൻ ഒഴിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ പരിക്കേൽപ്പിച്ച് ക്രൂരതയുടെ തക്ക ശിക്ഷ കിട്ടാൻ വിശദമായ കുറ്റപത്രമാണ് അന്വേഷണ സംഘം തയ്യാറാക്കിയത്. കേസിൽ 40 സാക്ഷികളുണ്ട്. 32 രേഖകൾ സമർപ്പിച്ചു. 3-ാം വർഷം വിദ്യാർത്ഥികളായ സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നിവരാണ് കേസിലെ പ്രതികൾ. ആന്റി റാഗിംഗ് വകുപ്പുകൾ പ്രകാരം ആയുധമുപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ, പണം അപഹരിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് 5 പേർക്കെതിരെ കേസെടുത്തത്. പ്രതികളുടെ ജാമ്യാപേക്ഷ പലതവണ കോടതി തള്ളിയിരുന്നു. പ്രതികൾ സ്ഥിരമായി ഹോസ്റ്റലിൽ മദ്യപിച്ചിരുന്നുവെന്നും ഇതിന് പണം കണ്ടെത്താനായി ജൂനിയർ വിദ്യാർത്ഥികളെ കഴിഞ്ഞ നവംബർ മുതൽ തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ആദ്യം പീരുമേട് സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പിന്നീട് 5 പരാതിക്കാരെ കൂടി കണ്ടെത്തി കേസിന്റെ ഭാഗമാക്കി. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട റാഗിംഗ് കേസുകളിൽ ആകെ ഒരെണ്ണത്തിൽ മാത്രമാണ് ശിക്ഷ വിധിച്ചത്. അതുകൊണ്ട് തന്നെ വിശദമായ കുറ്റപത്രവും പഴുതടച്ച അന്വേഷണമാണ് ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി,